നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8/2/2025 ശനിയാഴ്ച ജയ ഏകാദശി, അതായത് മകയിര നക്ഷത്രവും ശുക്ലപക്ഷ ഏകാദശിയായ ജയ ഏകാദശിയാണ് ഈ മാസത്തെ, അതായത് മകരമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെ ജയ ഏകാദശി എന്ന് പറയുന്നു. ഈ ദിവസം സൂര്യോദയം 6:49 AM സൂര്യാസ്തമയം 6:28 PM, രാഹുകാലം 9:44 മുതൽ 11:11 വരെയും, ഗുളികകാലമാകട്ടെ 6:49 മുതൽ 8:17 AM വരെയും, യമകണ്ഠകാലം 2:06 PM മുതൽ 3:33 PM വരെയും ആകുന്നു. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:15 PM മുതൽ 12:37 PM വരെയും. ഇടയ്ക്ക് ഒരല്പസമയം നിർത്തിക്കൊണ്ട് 12:41 PM മുതൽ 1:03 PM വരെ അഭിജിത്ത് മുഹൂർത്തവുമാണ്. മകയിരം 3-ാം പാദമായതുകൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടമം ആണ്. ഇനി ഏകാദശിയുടെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം. ഏകാദശി ആയതുകൊണ്ട് എല്ലാവരും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതും പ്രത്യേകിച്ച് വ്യാഴം അധമത്തിൽ നിൽക്കുന്നവർക്ക്, വ്യാഴം മകരരാശിയിൽ നിൽക്കുന്നവർക്ക്, വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നവർക്ക്, 3-ൽ നിൽക്കുന്നവർക്ക്, 6-ൽ നിൽക്കുന്നവർക്ക്, 8-ൽ നിൽക്കുന്നവർക്ക്, 12-ൽ നിൽക്കുന്നവർക്ക്, 3, 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ കുറച്ച് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവർക്കും വ്യാഴത്തിൻ്റെ നീചരാശിയായ മകരൻ രാശിക്കാർക്കും ശരിക്കും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഏകാദശിയുടെ പരമപുണ്യം എന്ന് പറയുന്നത് പൂർവികർക്ക് എല്ലാവിധ മോക്ഷവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കർമ്മഫലങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മോക്ഷം കണക്കാക്കണമെങ്കിൽ ഏകാദശി നോക്കിയാൽ നമുക്ക് മോക്ഷം കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്താലും അറിഞ്ഞോ അറിയാതെയോ നമ്മളിപ്പോൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓരോ ഏകാദശിയും, പ്രത്യേകിച്ചും കൃഷ്ണപക്ഷ ഏകാദശി എന്നും ശുക്ലപക്ഷ ഏകാദശി എന്നും 2 ഏകാദശി ഒരു മാസം വരുന്നുണ്ട്. അതിൽ ശുക്ലപക്ഷ ഏകാദശി എടുത്താലും കൃഷ്ണപക്ഷ ഏകാദശി എടുത്താലും ഈ പുണ്യം വർദ്ധിക്കുന്നതാണ്. അപ്പം തീർച്ചയായും പൂർണ്ണ ഉപവാസമായി ഏകാദശി എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ മകരമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മകര നക്ഷത്രത്തിൽ വരുന്ന ഈ ഏകാദശി, അതും ശനിയാഴ്ച വരുന്ന ഏകാദശി എല്ലാവരും വ്രതമായി എടുത്തുകൊണ്ട്, പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവരൊക്കെ അത് എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കൂ, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കൂ. വിഷ്ണു സഹസ്രനാമം ചൊല്ലൂ, വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിക്കൂ. തീർച്ചയായും നല്ല നല്ല ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഏകാദശി നാളിൽ ഗുണഫലങ്ങൾ കിട്ടുന്ന രാശികൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം മേടൻ രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. പണച്ചെലവുകൾ കൂടുമെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് സാധിക്കും. കാരണം വ്യാഴം 2-ൽ നിൽക്കുന്നു. കുടുംബത്തിലാണെങ്കിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാവും. കൂട്ടുകാരിൽ നിന്നും മനോവിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ വേർപിരിയാൻ ഇടയാകും. വാഹന സംബന്ധമായി പണച്ചിലവുകൾ ഏറും. പുതിയ വാഹനം വാങ്ങുന്നതിന് അവസരം വന്നു ചേരും. പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ ഇടവരും. പൊതുജന പിന്തുണ ഉണ്ടാകും. ഉദ്യോഗത്തിനായുള്ള പരിശ്രമങ്ങൾ സഫലീകരിക്കും. സ്നേഹബന്ധങ്ങളിൽ അല്പസ്വല്പം ഉലച്ചിലുകളും വേർപാടുകളും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹാലോചനകൾക്ക് അല്പം കാലതാമസം നേരിടും. സന്താനങ്ങൾ മൂലം മനോവിഷമത്തിനിടയാകും. ബന്ധുജനങ്ങൾ ശത്രുതയോടെ പെരുമാറും. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ അനുകൂലമാകും. അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ
പുനരാരംഭിക്കുന്നതിനിടയാകും. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് കാലതാമസം നേരിടും. തൊഴിൽ തടസ്സം അനുഭവപ്പെടും. ബിസിനസ്സിൽ അല്പസ്വല്പം സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ആധ്യാത്മിക കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും. വിദ്യാർത്ഥികൾക്ക് അല്പം ഒരു പ്രതിസന്ധികളെ നേരിടേണ്ടതായി വരും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് അല്പം മോശം സമയമാണ്. മേലധികാരികളിൽ നിന്നും ഷോക്കോസ് നോട്ടീസുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വരാം. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ ലഭിക്കും. ഇനി അടുത്ത ഏകാദശി വരെയുള്ള ദിവസങ്ങളിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 12 പ്രാവശ്യം ദിവസവും ജപിക്കുന്നത് ഈ സൗഭാഗ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുവരുന്നതിന് സാധിക്കും. മകരമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണെങ്കിൽ ഇനി ഫെബ്രുവരിയിൽ വരുന്ന ഒരു ഏകാദശി കൂടിയുണ്ട്, കൃഷ്ണപക്ഷ ഏകാദശി. അത് 2025 ഫെബ്രുവരി 24-നാണ്. ഹരിവാസര സമയം എന്ന് പറയുന്നത് 8/2/2025 പകൽ 2:36 മുതൽ 2:06 വരെയാണ്. ഈ സമയം അത്രയും മേടം രാശിക്കാർ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ, വ്രതമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു അഷ്ടോത്തരം ജപിക്കുകയോ ഓം നമോ നാരായണായ എന്നോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഒക്കെ ജപിക്കുന്നത്, നാരായണീയം ശ്രവിക്കുന്നത് ഒക്കെ വളരെ വളരെ വ്രതമെടുത്ത് ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ശരിക്കും പൂർണ്ണ വ്രതമെടുത്താൽ കൂടുതൽ ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നതാണ്. അപ്പം മേടൻ രാശിക്കാർക്ക് ഈ ശുക്ലപക്ഷ ഏകാദശി വ്രതമെടുക്കുന്നത് കൊണ്ട് ഒരുവിധം നല്ല ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 3 പാദങ്ങളും രോഹിണിയും മകയിലും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏകാദശി നാളിൽ വ്രതമെടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? ഈ ജയ ഏകാദശി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാവും? ഏകാദശി ദിവസം മുതൽ വരുന്ന ഗുണഫലങ്ങൾ, അടുത്ത ഏകാദശി വരെയുള്ള ദിവസങ്ങളിലെ ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. ദൈവാധീനമുള്ള സമയമാണ്. കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങൾ ഉടലെടുക്കും. പണച്ചിലവുകൾ വർദ്ധിക്കും. ക്രയവിക്രയ രംഗത്ത് ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. സഹോദര ബന്ധുത്തിൽ നിന്നും മനോദുരിതങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വാഹനം മൂലം പണച്ചിലവുകൾ വർദ്ധിക്കും. വളർത്തു മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുടെ വിവാഹാലോചനകൾ നടന്നു കിട്ടുവാൻ ഇടയാകും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാം. കോടതി വിധികൾ അനുകൂലമായേക്കാം. സഞ്ചാരക്ലേശം അല്പം കുറയും. പൊതുജന പിന്തുണ ലഭിക്കും. യാത്രാവേളകൾ ധനലാഭത്തിനിടയാക്കും. അപ്രതീക്ഷിതമായി ധനനഷ്ടം ഉണ്ടാവാം. തൊഴിൽ മാന്ദ്യവും അനുഭവപ്പെടാം. ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം അല്പം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് നല്ല ഒരു സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. ശുക്ലപക്ഷ ഏകാദശി എടുക്കുന്നതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് മുക്കൂറ്റി അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നീരാഞ്ജനം സമർപ്പിക്കുന്നതും നല്ലതാണ്. കഴിയുമെങ്കിൽ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷരക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന് ജപിക്കുന്നത് നല്ലതാണ്. കാരണം ശനിയാഴ്ചയാണ് ഏകാദശി വരുന്നത്. ഇവർക്ക് കണ്ടകശനി കാലമായതുകൊണ്ട് ശാസ്താവിൻ്റെ ഒരു സ്തുതിയായ
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന് ജപിക്കുമ്പോൾ ആ ശനിയുടെ ദോഷവും മാറി വ്യാഴം അനുകൂലത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് മിഥുനക്കൂറ്. മകയിരത്തിന്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്ലപക്ഷ ഏകാദശിയായ ജയ ഏകാദശി, മകരത്തിലെ ജയ ഏകാദശി വ്രതം എടുത്താൽ എന്തൊക്കെ ഗുണഫലങ്ങളാണ്? ഇവരെ സംബന്ധിച്ച് വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. വളരെ കാലമായി കഷ്ടതകൾ, ഒരു വർഷത്തോളമായി കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ ഏകാദശി എടുക്കുന്നത് മൂലം അടുത്ത ഏകാദശി വരുന്നത് വരെ കുറേ സമാധാനം കിട്ടും. മെയ് മാസത്തിലാണ് വ്യാഴമാറ്റം വരുന്നത്. അപ്പൊ വ്യാഴമാറ്റം വരെ ഏകാദശി വ്രതം എടുക്കുക, വ്യാഴാഴ്ച വ്രതം എടുക്കുന്നൊക്കെ നല്ലതാണ്. ഇവർക്ക് ഈ ഏകാദശി വ്രതം പൂർണ്ണവ്രതമായി എടുക്കാൻ സാധിച്ചാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പണമിടപാടുകളിലൊക്കെ അല്പം മാന്യത പുലർത്താൻ സാധിക്കും. കുടുംബ സ്വത്ത് ലഭിക്കും. ബന്ധുജനങ്ങളുടെ വേർപാടിൽ അല്പം ദുഃഖം വരുവാനിടയുണ്ട്. ഉറ്റവരെ കൊണ്ടുള്ള വിഷമതകൾ കൂടുതൽ സഹിക്കേണ്ടി വരും. വാഹന സംബന്ധമായ ദുരിതങ്ങൾ നേരിടേണ്ടി വരും. യാത്രകളിൽ നിന്നും മനോദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ശത്രുക്കൾ വർദ്ധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനിടെയാവും. രോഗദുരിതങ്ങൾക്ക് അല്പം ആശ്വാസം കണ്ടെത്തും. കടബാധ്യതകൾ വർദ്ധിക്കും. വിവാഹാലോചനകൾക്ക് കാലതാമസം വരും. സഞ്ചാരക്ലേശം അധികമാവും. കോടതി വിധികൾ പ്രതികൂലമാകും. പൊതുജനങ്ങളുമായി അകാരണമായി കലഹിക്കുന്നതിന് ഇടയാകും. എന്നാൽ വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് വിജയം ലഭിക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ബിസിനസ്സിൽ അല്പസ്വല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പണച്ചിലവുകൾ വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്തും. സഹായികൾ വിട്ടുപോകുന്നതിന് സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ശുക്ലപക്ഷ ഏകാദശി തുടങ്ങിയുള്ള ദിവസങ്ങൾ, കൃഷ്ണപക്ഷ ഏകാദശി വരെയുള്ള ദിവസങ്ങൾ വളരെ അനുകൂലമായിരിക്കും. ഉന്നത വിജയത്തിന് സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിയമന ഉത്തരവ് ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനോ സ്ഥലം മാറ്റമോ ലഭിക്കാം. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. അപ്പം ഏറ്റവും നല്ല ദിവസം ആയ ശനിയാഴ്ച ഏകാദശി നോക്കുന്നതുകൊണ്ട് നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിലെ ഏകാദശി നോക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുക, തൃക്കൈവെണ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുക, വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുക. ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിച്ച് ശാസ്താ ഗായത്രി ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടത്തുന്നതും വ്യാഴപ്രീതിക്കുള്ള പ്രാർത്ഥന നടത്തുന്നതും വളരെ ഗുണഫലങ്ങൾ ചെയ്യും. ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലവും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏകാദശി മുതൽ അടുത്ത ഏകാദശി വരെയുള്ള കുറച്ച് സമയം, അതായത് 14 ദിവസക്കാലം വളരെ മെച്ചമായ ഒരു കാലമാണുള്ളത്. ഈ കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി മെച്ചമായി തുടരും. ദൈവാധീനമുള്ള ഒരു സമയമാണ്. വ്യാഴം 11-ൽ നിൽക്കുന്നുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് ഏകാദശി വ്രതം വളരെയേറെ ഗുണഫലങ്ങൾ നൽകും. തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ സാധിക്കും. ദേശാന്തര വാസത്തിനുള്ള യോഗമുണ്ട്. അന്യരാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാനുള്ള യോഗം കാണുന്നു. പണച്ചിലവുകൾ വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി അല്പം തൃപ്തികരമായിരിക്കും. സഹോദര തുല്യവരായവരുടെ സഹായങ്ങൾ ലഭിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ആലോചന ഉണ്ടാകും. തീർത്ഥാടനത്തിന് അവസരം കണ്ടെത്തും. സന്താന ഗുണം ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളെക്കുറിച്ച് ആലോചനകൾ ഉണ്ടാകും. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.
രോഗശാന്തി ഉണ്ടാകും. കടബാധ്യതകൾ അല്പസ്വല്പം വർദ്ധിക്കും. വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടും. വിദേശയാത്രാ പരിശ്രമങ്ങൾ സഫലീകരിക്കും. ബിസിനസ്സിൽ അല്പസ്വല്പം ലാഭമുണ്ടാകും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. കൃഷിയിൽ നിന്നും അല്പസ്വല്പം ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും താമ്രപത്രവും ലഭിക്കും. ശുഭവാർത്ത കേൾക്കുവാൻ ഇടയാകും. മാനസിക സംഘർഷങ്ങൾ പൊതുവെ കുറഞ്ഞു കിട്ടും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. മാതാവിൽ നിന്നും ഗുണഫലങ്ങൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ മാതൃസ്വത്ത് അനുഭവയോഗ്യമായി വരും. നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരുവാനിടയുണ്ട്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണഫലം ചെയ്യും. അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ലതാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് സാധിക്കും. പരീക്ഷയിൽ വൻ വിജയം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ഡിസ്മിസലോ സസ്പെൻഷനോ ഒക്കെ വരുവാനുള്ള സാധ്യതകൾ വന്നു ചേരാം. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിപ്പിക്കും. അപ്പം നാഗക്ഷേത്രത്തിൽ നുറുമ്പാലം സമർപ്പിക്കുന്നത്, ഗണപതി ഭഗവാന് ഏത്തമിടുന്നത്, ഉണ്ണിയപ്പം നിവേദിക്കുന്നത്, ശർക്കര നിവേദിക്കുന്നത്, അതുപോലെ തന്നെ ദുർഗാദേവിക്ക് ദുർഗാ സപ്തശതി നിത്യവും ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത്, ഏകാദശിക്ക് പൂർണ്ണപാദശം എടുക്കുന്ന പോലെ തന്നെ വ്യാഴാഴ്ചകളിലും വ്യാഴപ്രീതി വരുത്തുന്നത് വളരെ ഗുണഫലങ്ങൾ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും കർക്കിടകക്കൂറുകാർക്ക് സാമാന്യം നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ചിങ്ങക്കൂറ് ഏകാദശി വ്രതം എടുക്കുന്നതുകൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന കൂറുകളാണ്. ചിങ്ങക്കൂറുകാർക്ക് അത്യാവശ്യം വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് 11ലേക്കുള്ള ഒരു യാത്രയും, അതുപോലെ തന്നെ മാർഗസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് ആ ശനിയുടെ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഏകാദശി വ്രതം വളരെ സഹായകമായിരിക്കും. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദം വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനകൾ നടത്തുകയും അതുപോലെ തന്നെ ഏകാദശി വ്രതം എടുക്കുകയും ചെയ്യുമ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. കുടുംബ സ്വത്ത് ലഭിക്കുവാൻ ഇടയാകും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ആധ്യാത്മിക ജ്ഞാനവും ഗൂഢജ്ഞാനവും സിദ്ധിയും കൈവരുവാനുള്ള യോഗം കാണുന്നു. മന്ത്രദിശയൊക്കെ കിട്ടുവാനുള്ള അവസരം ഉണ്ടാകുന്നു. ബന്ധുക്കളോട് ശത്രുതം ഭാവിക്കേണ്ടി വരും. നാൽക്കാലികളിൽ നിന്നും മറ്റും ചെറിയ ചെറിയ ലാഭം, മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഒക്കെ അല്പസ്വല്പം ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുജന പിന്തുണ ലഭിക്കും. പൊതുപ്രവർത്തനങ്ങൾ ഏർപ്പെടാം. സന്താനങ്ങളുമായി അല്പം കലഹത്തിനിടവരും. പിതൃ തുല്യരായവരുടെ അനുഗ്രഹം കിട്ടുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ക്ലേശാനുഭവങ്ങൾ വരികയും നേത്രരോഗം ശല്യപ്പെടുത്തുകയും ചെയ്യും. വിവാഹ കാര്യത്തിലും പ്രണയകാര്യത്തിലും അല്പം കാലതാമസം നേരിടും. കോടതി വിധികൾ അനുകൂലമായി തീരും. അപകടങ്ങളിൽ നിന്നും ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടും. വിദേശയാത്രാ പരിശ്രമങ്ങൾ ഗുണഫലങ്ങളിൽ എത്തിക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ നല്ല ഒരു ഫലമാണ്. അതായത് ഈ ഒരു അവസരം 15 ദിവസക്കാലം, ഈ അർദ്ധമാസം ഗുണഫലങ്ങൾ വർദ്ധിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നത്, പിൻവിളക്ക് തെളിക്കുന്നത്, ഏകാദശി വ്രതം എടുക്കുന്നതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാമം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു സഹസ്രനാമത്തെ അല്ലെങ്കിൽ വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതോ കീർത്തനങ്ങൾ ആലപിക്കുന്നതോ നാരായണീയം വായിക്കുന്നതൊക്കെ വളരെ വളരെ ഗുണഫലങ്ങൾ നൽകും. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രത്തിന്റെ അവസാന 3 പാദവും
അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ: കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും, സാമ്പത്തിക സ്ഥിതി പൊതുവിൽ മെച്ചപ്പെടും, അതുപോലെ തന്നെ കുടുംബസ്വത്ത് വീതം വയ്ക്കാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരും, സഹോദരങ്ങൾ അനുകൂല ഭാവത്തിൽ വരും, ശത്രുക്കൾ വർദ്ധിക്കും, വിനോദയാത്രകൾക്ക് അവസരം വരും, അപവാദം കേൾക്കാനുള്ള യോഗമുണ്ട്, നാൽക്കാലികളിൽ നിന്നും അല്പം ശല്യമോ ഉപദ്രവോ എന്തെങ്കിലും നായകടിക്കുന്നതോ പൂച്ചമാന്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ വരാനുള്ള യോഗവും കാണുന്നുണ്ട്. കോടതി വിധികൾ അനുകൂലമായിരിക്കും, സഞ്ചാരക്ലേശം അല്പം കുറയും, ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ അല്പം വിജയം വരാനുള്ള സാധ്യത കാണുന്നു. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി വിഷ്ണു ഭഗവാനെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഏകാദശി വ്രതവും കൂടി എടുക്കുമ്പോൾ ഈ വരുന്ന ഒരു 14 ദിവസക്കാലം, അതായത് അടുത്ത കൃഷ്ണപക്ഷ ഏകാദശി വരെയുള്ള സമയം കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ വരാനുള്ള യോഗം കാണുന്നുണ്ട്. ആഗമ യോഗങ്ങൾ വരുന്നുണ്ട്. ലോട്ടറി ഭാഗ്യം വരെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥന ചെയ്യുന്നതോടൊപ്പം തന്നെ പിന്നെ ഏകാദശി വ്രതം എടുക്കുന്നതോടൊപ്പം തന്നെ നാരായണീയം വായിക്കുന്നതും അതുപോലെ വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും വളരെ നന്നായിരിക്കും. കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യ 3 പാദവും വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ഈ ശുക്ലപക്ഷ ഏകാദശി വ്രതം, അതായത് ജയ ഏകാദശി വ്രതം പൂർണ്ണമായി എടുക്കുന്നത് മൂലം എന്തെല്ലാം ഗുണഫലങ്ങൾ വരാം. ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട്, വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ശനിയാഴ്ച ആയതുകൊണ്ടും ഈ വ്രതം എടുക്കുമ്പോൾ വ്യാഴത്തിന്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവയോഗ്യമായി വരും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, സാമ്പത്തിക സ്ഥിതിയും അല്പസ്വല്പം മെച്ചപ്പെടും, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു വരും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാകും, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ വാഹന സംബന്ധമായ പണച്ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും പുതിയ വാഹനം വാങ്ങുവാനുള്ള ഒരു ശ്രമം വിജയിക്കും. രോഗദുരിതങ്ങൾക്ക് ഒരു ശമനം വരും, അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും. സ്ത്രീകളുമായ അഭിപ്രായ വ്യത്യാസമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാനിടയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. കാർഷിക മേഖലയിലുള്ളവർക്കും ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. പൊതുവെ പറഞ്ഞാൽ തുലാരാശിക്കാർക്ക് ഈ ഏകാദശി വ്രതം പൂർണ്ണഫലം നൽകുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി അനുഭവിക്കുന്ന ഈ സമയത്ത് വരുന്ന ശുക്ലപക്ഷ ഏകാദശിയുടെ വ്രതം എടുക്കുന്നതോടുകൂടി ശനിയുടെ ദുരിതം അല്പം കുറഞ്ഞു കിട്ടും. കണ്ടകശനിയുടെ ദുരിതങ്ങൾ അല്പം കുറഞ്ഞു കിട്ടുക മാത്രമല്ല, കുടുംബജീവിതത്തിൽ സമാധാനം വന്നു ചേരും, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, ക്രയവിക്രയ രംഗത്ത് ധനനഷ്ടം കുറയും, അതുപോലെ സന്താനങ്ങളെ കൊണ്ട് അല്പം സന്തോഷവും സമാധാനവും ഉണ്ടാവും. തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കും. മാനസിക സന്തോഷം വരുത്തുന്ന നല്ല നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കാനിടയുണ്ട്. ബന്ധുജനങ്ങളുടെ വരവ് ചിലപ്പോൾ നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പ്രതിശ്രുതി ലഭിക്കുവാൻ ഇടവരും. വിവാഹാലോചനകൾ നല്ല രീതിയിൽ വന്ന് മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു. പൊതുവെ പറഞ്ഞാൽ വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴാഴ്ച വ്രതമെടുക്കുന്നതോടുകൂടി ധാരാളം ഗുണഫലങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, നാഗദേവതകൾക്ക് നൂറും പാലും കഴിക്കുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തുന്നത്, തുളസിയെ പൂജിക്കുന്നതൊക്കെ ഈ ജയ ഏകാദശി നാളിൽ ചെയ്യുമ്പോൾ വ്യാഴപ്രീതി ഇരട്ടിക്കും. അപ്പൊ തീർച്ചയായും വൃശ്ചികരാശിക്കാർക്ക് ഈ ഏകാദശി വ്രതം പൂർണ്ണ ഫലം നൽകുന്നതാണ്.
ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനി 3-ൽ നല്ല ഉച്ചസ്ഥനായി നിൽക്കുന്നുണ്ട്. ശനിയാഴ്ച ദിവസം ഏകാദശി വരുന്നതിനാൽ ഏകാദശി വ്രതം എടുക്കുമ്പോൾ വ്യാഴപ്രീതി വരികയും ദൈവാധീനവും ഗുരുത്വം വർദ്ധിക്കുകയും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുകയും ചെയ്യും. ആത്മീയ യാത്രകൾ, സമയമോ തീർത്ഥാടനങ്ങളോ സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടും. ആശുപത്രിവാസത്തിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. ഗൃഹാന്തരീക്ഷം മെച്ചപ്പെടും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനിടയാകും. രോഗദുരിതങ്ങൾക്ക് ഒരു ശമനം വരും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകളെല്ലാം മാറി സാമാന്യം ഒരു നല്ല ഫലം പ്രതീക്ഷിക്കുക. കൂടുതൽ ഫലം ഉണ്ടാകുന്നതിന് വേണ്ടി വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതോടൊപ്പം ശിവഭഗവാന് കോവളമാല സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഗുണഫലങ്ങൾ ഇരട്ടിയാവും. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2-ലെ ശനിയാഴ്ച വരുന്ന ഈ ഏകാദശി വ്രതം എടുക്കുന്നതോടുകൂടി 2-ലെ ശനി കൊണ്ടുള്ള അല്പസ്വല്പം ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. വ്യാഴാഴ്ച ഏകാദശി വ്രതം എടുക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ ആനുകൂല്യം കൊണ്ട് ശനിയുടെ ദോഷം കാഠിന്യം കുറയുകയും 2-ലെ ശനി മൂലമുണ്ടാകുന്ന ധനനഷ്ടവും മടിയും ആലസ്യതയും ഒക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ രോഗദുരിതങ്ങളെല്ലാം മാറി സ്വസ്ഥവും സമാധാനമായ ഒരു അന്തരീക്ഷം വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹാലോചനകൾക്ക് ഒരു തീരുമാനമുണ്ടാവും. അപവാദ പ്രചനങ്ങളിൽ നിന്നും രക്ഷ നേടും. സഞ്ചാരക്ലേശം അല്പം വർദ്ധിക്കുമെങ്കിലും കുടുംബ ബന്ധങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കും. ആത്മീയ യാത്രകൾ, തീർത്ഥാടനങ്ങൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആയിട്ടുള്ള യാത്രകളൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുവഴി ദൈവാധീനം വർദ്ധിക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകും. പൊതുവെ പറഞ്ഞാൽ മകരം രാശിക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിന്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യം 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകാദശി വ്രതം എടുക്കുന്നു. അതും ശനിയാഴ്ച ജന്മശനിക്കാലത്ത് ഈ ശനിയാഴ്ച വരുന്ന ഏകാദശി വ്രതം ഏകാദശി വ്രതം എടുക്കുന്നതോടുകൂടി തുടർന്ന് വരുന്ന കൃഷ്ണപക്ഷ ഏകാദശി വരെയുള്ള സമയങ്ങളിൽ സാമാന്യം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജന്മശനിയുടെ കാഠിന്യമൊക്കെ കുറയും. ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറേശ്ശൊക്കെ മെച്ചപ്പെടും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വർദ്ധിക്കും. ഗ്രഹത്തിൽ ബന്ധുജനങ്ങളുടെ സമാഗമം ഉണ്ടാകും. അതുപോലെ പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ഒരു ആലോചനയും ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പരീക്ഷയ്ക്ക് വിജയം വരുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിച്ച് ട്യൂഷനൊക്കെ ഏർപ്പെടുത്തും. അത് വിജയത്തിനുള്ള വഴി തെളിക്കും. അതുപോലെ തന്നെ തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം വന്നു ചേരും. ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്പം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച വരുന്ന ഈ ഏകാദശി വ്രതം എടുക്കുന്നതോടുകൂടി ഗുണഫലങ്ങളുടെ അളവ് വർദ്ധിക്കും. മീനൻ രാശി എന്ന് പറയുമ്പോൾ വ്യാഴ ക്ഷേത്രമായ രാശിനാഥൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും രാശിയിൽ തന്നെ സർപ്പം നിൽക്കുന്നത് കൊണ്ടും 7-ൽ മാർഗസ്ഥാനത്ത് കേതുവും 7.5 ശനിയുടെ തുടക്കവും ഒക്കെ ആയതിനാൽ ശനിയാഴ്ച വരുന്ന ഈ ഏകാദശി വ്രതം ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. അപ്പൊ പൂർണ്ണവിധമെടുത്ത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു അഷ്ടോത്തരം ചൊല്ലുക, നാരായണീയം ചൊല്ലുക, സത്സംഗങ്ങൾ സംഘടിപ്പിക്കുക,
അനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതോടുകൂടി വ്യാഴാഴ്ചകളിൽ കൂടി പ്രാർത്ഥനകളും ചെയ്യുന്നതോടുകൂടി ഏകാദശി വ്രതത്തോടൊപ്പം വ്യാഴാഴ്ചകളിൽ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മൂലം അടുത്ത ഏകാദശി വരെയുള്ള സമയം, അതായത് 14 ദിവസം ശുക്ലപക്ഷ ഏകാദശി മുതൽ കൃഷ്ണപക്ഷ ഏകാദശി വരെയുള്ള സമയം മീനൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ വന്നു ചേരും. പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് വിവാഹത്തേക്കുള്ള എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിച്ച് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഒന്നിലേറെ ജോലികൾ ഒരേ സമയം ചെയ്യാനുള്ള അവസരമുണ്ടാവും. വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ വരും. ചെയ്തിരുന്ന ജോലിയിൽ തന്നെ ഉയർച്ചയും പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ കിട്ടും. കുട്ടികളെ സംബന്ധിച്ചും പരീക്ഷാ വിജയം പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്കും പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. പൊതുവെ പറഞ്ഞാൽ ശനിയാഴ്ച വന്നിരിക്കുന്ന ഈ ഏകാദശി ജയ ഏകാദശി വ്രതം എടുക്കുന്നതോടുകൂടി 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും ഏറ്റവും നല്ല ഫലങ്ങൾ വന്നു ചേരും. വ്യാഴപ്രീതികരമായ ശനിദോഷം ഉള്ളവർക്കും വ്യാഴപ്രീതി വേണ്ടവർക്കും ഈ ഏകാദശി വ്രതം എടുക്കുന്നതോടുകൂടി ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും വ്രതമെടുക്കുവാനും അത് പരിപാലിച്ചു കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതൃക്കൾക്കും ഗുരുക്കന്മാർക്കും ഒക്കെ അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവുവാൻ ഏകാദശി വ്രതം ഒരുപാട് ഫലം ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും പൂർണ്ണമായ വ്രതമെടുത്ത് ഏകാദശി വ്രതമെടുത്ത് ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാക്കൂ. എല്ലാവർക്കും നന്മകൾ വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.